അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 5ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമു തജ്വീദിന്റെ വർക്ക് ബുക്കിന്റെയും 12ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. തഫ്ഖീമുൽ ലാമി, ലാമിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണ്? എപ്പോഴാണ് ലാമിനെ തഫ്ഖീം ചെയ്യേണ്ടത്? അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹ ലമ്മ ആയാൽ ജലാലത്തിന്റെ ഇസ്മിൽ ലാമിനെ തഫ്ഖീം ചെയ്തിട്ടാണ് ഓതേണ്ടത്. കസ്റാണെങ്കിൽ തർക്കീക്കായിട്ടാണ് ഓതേണ്ടത്. ഉദാഹരണമായി ഇന്നല്ലാഹ, അവിടെ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മാകുന്ന അതിന്റെ മുമ്പ് ഫതഹാൻ ഇന്ന, അല്ലെങ്കിൽ ലൊമ്മ വരാം മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പുള്ള റസൂലു എന്ന ലാമിനിക്ക് ലൊമ്മാണ്. അതുകൊണ്ട് അവിടെയും അല്ലാഹ് തഫ്ഖീമായിട്ട് ഓതേണ്ടതാണ്. ബിസ്മില്ലാഹി, ഇവിടെ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പ് ബിസ്മി എന്ന മീമിന് കസ്റാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹി എന്നാണ് അവിടെ ഓതേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നോക്കൂ, പേരൻസിനും ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നോക്കൂ, വായിക്കാം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹ് يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون ويحق الله الحق بكلماته ولو كره المجرمون أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وعظهم وقل لهم في أنفسهم قولا بليغا. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിനെ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയുള്ളത് തഫ്ഖീമുള്ള ലാം ആകുന്നു. അതിനാൽ ലാമിന്റെ മഖ്റജിൽ നിന്ന് തന്നെ തഫ്ഖീമായാണ് അല്ലാഹ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാൽ ജലാലത്തിന്റെ ഇസ്മിൽ ലാമിൽ തഫ്ഖീം ചെയ്തുച്ചരിക്കണം. ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് കസ്റാണെങ്കിൽ തർക്കീക്കായാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫതഹോ ലമ്മോ വന്നാൽ പറയുക നൂറല്ലാ റസൂലുള്ളാ ഇലല്ലാ എന്നാൽ കസ്റാ നീവിധമല്ലാ എന്നതിന് മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂനില്ലാ റസൂലില്ലാ വലില്ലാഹിൽ ഹംദ്. ബേത്തിലൂടെ പറയുന്നത് അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പ് ഫതഹോ ലമ്മോ ആണെങ്കിൽ അവിടെ അല്ലാഹ് തഫ്ഖീമായിട്ട് ഓതണം. കസ്റാണെങ്കിൽ അല്ലാ തർക്കീക്കായിട്ടുമാണ് ഓതേണ്ടത്. ദഫ്തർ ത്വാലിബ് നോക്കി ദിരിബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1, നഖറഉ സൂറത്തുൽ മുഅ്മിനൂൻ മഅ മുറാഅത്തി ഇസ്മിൽ ജലാല. ജലാലത്തിന്റെ ഇസ്മ സൂക്ഷിച്ച് മുഅ്മിനൂൻ സൂറത്ത് പാരായണം ചെയ്യാം. 2, നഹ്ഫദ് സൂറത്ത് യാസീൻ 56 മുതൽ 60 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കുക. അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബും കാണാതെ പഠിക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കിതിന്റെ വർക്ക് വായിക്കാം. 1ാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരമേതാനാണ്. ചോദ്യം 1, ലാമുൽ ജലാലയെ തഫ്ഖീം ചെയ്യുന്നത് എപ്പോൾ? ഉത്തരം, അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാൽ ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ തഫ്ഖീം ചെയ്തുച്ചരിക്കണം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ലാമിന്റെ മഖ്റജ് ഏത്? നാവിന്റെ തലയുടെ അരുവും മേലെ മുമ്പല്ലിന്റെ ഊനും. 3ാമത്തെ ചോദ്യം, അല്ലാഹു എന്നതിൽ എത്ര ലാമുണ്ട്? 2 ലാം. അടുത്ത ചോദ്യം, ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ തഫ്ഖീമാക്കിയത് 4 ഉദാഹരണം എഴുതുക. ഇന്നല്ലാഹ, മുഹമ്മദുർ റസൂലുള്ളാഹ്, യുഖാദിഊനല്ലാഹ വയുഹിഖുല്ലാഹുൽ ഹഖ എന്നിങ്ങനെ 4 ഉദാഹരണം. ഇനി നെക്സ്റ്റ് 2ാമത്തെ ആക്ടിവിറ്റി നക്തശ്ഫു മവാളിഅ തഫ്ഖീം ഇസ്മിൽ ജലാല മിൻ സൂറത്തുൽ മുജാദല. മുജാദല സൂറത്തിൽ നിന്ന് ജലാലത്തിന് ഇസ്മിനെ തഫ്ഖീമാക്കിയ സ്ഥലങ്ങൾ എഴുതുക. ഇവിടെ മവാളിഉ തഫ്ഖീം, തഫ്ഖീമിന്റെ സ്ഥലങ്ങൾ 32 അല്ലാഹു തആല തഖ്ഫീമും തർക്കീക്കും മറ്റ് നിയമങ്ങളൊക്കെ നോക്കി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.